അല്ലാഹു 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 ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അമ്മാ ബഅദ്. ലോകത്ത് ഇസ്ലാമോഫോബിയ അധികരിക്കുമ്പോഴും ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ ശത്രുക്കൾ കൃത്രിമ മുസ്ലിം നാമവും കോലവും സ്വീകരിച്ച് ജൂതചാരന്മാരായ ശത്രുക്കൾ തീവ്രവാദ പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോഴും ഇസ്ലാം ലോകത്ത് തഴച്ചു വളരുകയാണ്. അതിന്റെ സുന്ദരമായ സന്ദേശം ലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ്. ആ സമാധാനത്തിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തീവ്രവാദികളും എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങളാകുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്, വിമർശിക്കാറുണ്ട്. അവരോട് പറയാനുള്ളത്, അവർ യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല. ഇസ്ലാം തീവ്രവാദമല്ല. ഇസ്ലാം കൊലയെ കൊടും പാപമായിട്ടാണ്, കൊലപാതകത്തെ വൻ കുറ്റമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ആയുധം ഉയർത്തുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിച്ചു, മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ ഫഇന്നൽ മലായികത തൽഅൻഹു ഹത്താ യദഅഹു. ഒരാൾ തന്റെ സഹോദരനിലേക്ക് ആയുധം കൊണ്ട് ചൂണ്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടിരിക്കും, ആ ആയുധം ഒഴിവാക്കുന്നതുവരെ, താഴ്ത്തുന്നതുവരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിൽ പ്രതിരോധം മാത്രമേ ഉള്ളൂ. അതാണ് പരിശുദ്ധ ഖുർആനിലെ യുദ്ധ പരാമർശങ്ങളിൽ കൂടി നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ബദർ യുദ്ധവും ഉഹദ് യുദ്ധവും എല്ലാം പ്രതിരോധം മാത്രമായിരുന്നു. ഇങ്ങോട്ട് ആക്രമിച്ച ശത്രുക്കളിൽ നിന്ന് ജീവൻ രക്ഷിക്കാനുള്ള, അവരെ ചെറുക്കാനുള്ള പ്രതിരോധം മാത്രമായിരുന്നു അത്തരം യുദ്ധങ്ങൾ. അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിഷയമാണ്. ഇത് നീതിയാണ്, അനീതിയല്ല. ഇത് അക്രമമല്ല, അക്രമികളെ തുരത്തലാണ്. ഇന്ന് ഇസ്ലാമിനെ പുൽകുന്നവരിൽ സിംഹഭാഗവും പാശ്ചാത്യ ലോകത്തുള്ളവരാണ്. പാശ്ചാത്യ ലോകത്ത് ഇന്ന് ഇസ്ലാം തഴച്ചു വളർന്ന് പന്തലിക്കുകയാണ്. അതും ബുദ്ധിരാക്ഷസന്മാരും ലോകത്ത് അറിയപ്പെട്ടവരും എന്നല്ല, ഇസ്ലാമിന്റെ കടുത്ത വിരോധികൾ പോലും ഇസ്ലാം ആശ്ലേഷിച്ചു കൊണ്ടിരിക്കുന്നു. എത്രത്തോളം എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ റോഡ് സൈഡുകളിൽ വരെ ഖുർആൻ പഠനങ്ങളും ഖുർആൻ പാരായണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. നമസ്കാര സമയമാകുമ്പോൾ യൂറോപ്യൻ തെരുവീതിയിൽ മുസല്ല വിരിച്ച് നമസ്കരിക്കുന്ന നല്ല സുന്ദരമായ അവസ്ഥകൾ. ബസ്സുകളിൽ പോലും ഇസ്ലാമിന്റെ സുന്ദരമായ സാന്നിധ്യം തരംഗം സൃഷ്ടിക്കുകയാണ്. ലണ്ടനിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും ബസ്സുകളിൽ ഇന്ന് ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശങ്ങൾ എഴുതപ്പെട്ടിരിക്കുകയാണ്. ബസ്സുകളിൽ സുബ്ഹാനല്ലാഹ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, അല്ലാഹു അക്ബർ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവിന്റെ നാമം എഴുതപ്പെട്ടിരിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ പ്രദർശിപ്പിക്കപ്പെടുന്നു. ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ സന്ദേശങ്ങൾ ബസ്സുകളിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. പ്രവാചകന്മാരുടെ ജീവിതവും അവരുടെ സന്ദേശങ്ങൾ വരെ ബസ്സുകളിൽ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മത്സ്യത്തിന് തിന്നാൻ കഴിഞ്ഞില്ല, ഇബ്രാഹിം നബിയെ തീക്ക് കരിക്കാൻ കഴിഞ്ഞില്ല, മൂസാ നബിയെ കടലിനെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല, അതുപോലെ ഇസ്മായിൽ നബി അലിഹിസ്സലാത്തു വസ്സലാമിനെ കത്തിക്ക് മുറിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയുള്ള ഈമാനിന്റെ സുന്ദരമായ യഖീനിന്റെ തൗഹീദിന്റെ സന്ദേശങ്ങൾ യൂറോപ്യൻ ബസ്സുകളിൽ പോലും പ്രദർശിപ്പിക്കപ്പെടുകയാണ്. പടിഞ്ഞാറുകാരന്റെ പുഴുത്തുനാറിയ സംസ്കാരങ്ങൾക്കിടയിൽ അർദ്ധനഗ്നരായ സ്ത്രീകൾ നടുറോട്ടിൽ വിലസുമ്പോഴും വ്യഭിചാരവും മറ്റ് മോശമായ കാര്യങ്ങളും കുറ്റകൃത്യമല്ലാത്ത ഇത്തരത്തിലുള്ള പാശ്ചാത്യ ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അള്ളാഹുവിന്റെ വചനങ്ങൾ മുഴങ്ങിക്കേൾക്കുകയാണ്. ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. ഇവിടെയാണ് ഒരു സത്യവിശ്വാസി സന്തോഷത്താൽ തക്ബീർ മുഴക്കേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതെ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കലിമത്ത്, അതിന്റെ പ്രകാശം അല്ലാഹു തആല കുടിൽ മുതൽ കൊട്ടാരം വരെ പ്രവേശിപ്പിക്കുന്നതാണ്. അതിന്റെ തെളിവുകളായി മാറിയിരിക്കുകയാണ്
യൂറോപ്പിലെ ഈ ബസ്സുകളും യൂറോപ്യൻ തെരുവീതികളും. അല്ലാഹു തആല ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അത് ലോകത്തിന് പകർന്നു കൊടുക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ഇസ്ലാമിലായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നസീബാക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله صلى الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله